ഹലോ സ്റ്റുഡൻസ്, 10ാം ക്ലാസ്സിൻ്റെ പബ്ലിക് എക്സാമിനെ മുൻനിർത്തി കേരള പാഠാവലിയുടെ ഓരോ ചാപ്റ്ററിൻ്റെയും, അതായത് ഓരോ യൂണിറ്റിലെ ഓരോ ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻ പൂള് നമ്മൾ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നു. അതിൽ ഓരോ പാഠഭാഗത്തിൻ്റെയും കൃത്യമായിട്ടുള്ള വിശകലനം, അതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്, പ്രധാനപ്പെട്ട ആശയങ്ങൾ, അതുപോലെ തന്നെ ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ചോദ്യോത്തരങ്ങൾ, ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിലിപ്പോൾ ആദ്യത്തെ വീഡിയോ ആണിത്, പാർട്ട് 1 ആണിത്. ഇതിൽ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള കേരള പാഠാവലിയുടെ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്ന യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമായിട്ടുള്ള കഥകൾ അതിമോഹനം എന്ന പാഠഭാഗത്തിൻ്റെ കൃത്യമായിട്ടുള്ള ആശയവും ഈ യൂണിറ്റിൻ്റെ കൃത്യമായിട്ടുള്ള വിശകലനവും ഒക്കെ, അതുപോലെ തന്നെ ചോദ്യോത്തരങ്ങൾ, ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ചോദ്യോത്തരങ്ങളും നിങ്ങൾക്ക് അത്രത്തോളം പ്രധാനപ്പെട്ട A+ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പാഠഭാഗത്തു നിന്ന് ചോദിക്കാവുന്ന എല്ലാ തരത്തിലുള്ള ചോദ്യോത്തരങ്ങളും ആശയങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ പാഠഭാഗത്തിൻ്റെയും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെയും കാണണം. കാരണം ഇടയ്ക്ക് എവിടെയെങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ വിലപ്പെട്ട ഏതെങ്കിലും പോയിൻറ്റ്സ് ആവും മിസ്സാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണുക. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കണ്ടിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും അങ്ങനെയുള്ളവരാണ് കൂടുതൽ. അപ്പോൾ അൺസബ്സ്ക്രൈബഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചാനൽസും എന്ത് ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ റെഗുലറായിട്ട് കാണുക, കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് അവരിടുന്ന എഫേർട്ടിന് കിട്ടുന്ന ആകെയുള്ളൊരു പ്രതിഫലം. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെയും കാണുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ യൂണിറ്റിലേക്ക് പോകാം. ഭാഷ പൂത്തും സംസ്കാരം തളർത്തും എന്നാണ് നമ്മുടെ യൂണിറ്റ്. അപ്പോൾ അതിൻ്റെ പ്രവേശകം നമുക്കറിയാമല്ലോ, അവിടെ ഒരു പ്രവേശകം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു കഥാഭാഗമാണ്. OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിലെ അധ്യാപകനായ രവിയും വിദ്യാർത്ഥിയായ കുഞ്ഞാമിനിയും തമ്മിലുള്ള ഒരു സംഭാഷണ ഭാഗമാണ് അവിടെ ഒരു പ്രവേശകമായി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിങ്ങനെയായിരുന്നു: ഇന്നൊരു കഥ പറയാം, എന്ത് കഥയാണ് വേണ്ടത് എന്ന അധ്യാപകൻ്റെ ചോദ്യത്തിന് കുഞ്ഞാമിന് ആരും ചാകാത്ത കഥ ആവശ്യപ്പെടുന്നിടത്ത്, നന്മകളും നേരും തിരിച്ചറിവുകളും നിറയുന്ന കഥ ജീവിതത്തെ പ്രകാശമാനമാക്കുന്നു എന്ന പാഠമുണ്ട്. കഥ പറച്ചിലിനും വൈകാരികവും അല്ലാത്തതുമായ ആശയപ്രകടനത്തിനും ഭാഷ വേണമെന്ന സൂചനയും ഇവിടെയുണ്ട്. സാഹിത്യാദി കലകൾക്ക് മരണമില്ല എന്ന വ്യംഗ്യാർത്ഥവുമുണ്ട്. അതായത് നമ്മുടെ പ്രവേശകമായി, അതായത് കഥകൾ അതിമോഹനം എന്ന പാഠഭാഗത്തിൻ്റെ പ്രവേശകമായി കൊടുത്തിട്ടുണ്ടായിരുന്നത് OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിൽ കുറച്ച് ഒരു ഭാഗമാണ്. അത് അധ്യാപകനായ രവിയും വിദ്യാർത്ഥിയായിട്ടുള്ള കുഞ്ഞാമിനിയും തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പോൾ അതിൽ അധ്യാപകൻ പറയുന്നുണ്ട്, ഞാൻ ഇന്നൊരു കഥ പറയാൻ പോവുകയാണ്, എന്ത് കഥയാണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ വിദ്യാർത്ഥിയായ കുഞ്ഞാമിനി പറയുന്നു, ആരും ചാകാത്ത കഥയെന്ന്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? എല്ലാ കഥകളും ആരെങ്കിലും ചാകുന്ന കഥകളാണ് എന്നതാണോ? അല്ല, കുഞ്ഞാമിനിയുടെ വീക്ഷണമാണ് നമുക്ക് കാണേണ്ടത്. ആരും ചാകാത്ത കഥ എന്ന് പറയുമ്പോൾ ആരെയും വിഷമിപ്പിക്കാത്ത, സങ്കടങ്ങളില്ലാത്ത, ആരെയും ദ്രോഹിക്കാത്ത ഒരു തലമുറയാണ് അവിടെ നമ്മൾ കാണേണ്ടത്, ആ ഒരു മറുപടിയിലൂടെ. അപ്പോൾ എപ്പോഴും സാഹിത്യകൃതികൾ എന്താണ്, ആ ഒരു വൈകാരികമായിട്ടുള്ള ആശയം മനുഷ്യരിലേക്ക് അല്ലെങ്കിൽ കാഴ്ചക്കാരിലേക്ക് എത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വായനക്കാരിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്താണ് വേണ്ടത്? അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു വൈകാരിക അനുഭവത്തെ പ്രകടിപ്പിക്കാനുള്ള ഒരു ഭാഷയാണ് വേണ്ടത്. അപ്പോൾ തീർച്ചയായും ഭാഷയ്ക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട്. വെറും ആശയപ്രകടനത്തിന് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം മാത്രമല്ല ഭാഷ. മനുഷ്യൻ്റെ ഉള്ളിലുള്ള വൈകാരികമായിട്ടുള്ള ആ അനുഭൂതികളെ കൂടി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഭാഷയ്ക്ക് സാധിക്കും എന്ന് മനസ്സിലാക്കുന്നതാണ് ഈ ഒരു പ്രവേശകം, അല്ലേ? അപ്പോൾ സാഹിത്യാദി കലകൾക്ക് മരണമില്ല എന്നൊരു ആശയവും കൂടി ഈ ഒരു പ്രവേശകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി അടുത്തത് ഈ യൂണിറ്റിൻ്റെ ശീർഷകത്തിൻ്റെ പ്രാധാന്യമാണ്, അല്ലെങ്കിൽ ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പാഠഭാഗങ്ങൾക്കും ഈ ഒരു യൂണിറ്റിൻ്റെ ശീർഷകത്തിനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൻ്റെ
പേരെന്താണ്, ശീർഷകം എന്താണ്? ഭാഷ പൂത്തും സംസ്കാരം തളർത്തും. അവിടെ ഭാഷയെയും സംസ്കാരത്തെയും എന്ത് ചെയ്യുന്നുണ്ട്? താരതമ്യം ചെയ്യുന്നുണ്ട് അല്ലേ? അല്ലെങ്കിൽ അവയെ രണ്ടിനെയും എന്ത് ചെയ്യുന്നുണ്ട്? അവയെ രണ്ടിൻ്റെയും പ്രാധാന്യത്തെ, അവയുടെ പരസ്പര ബന്ധത്തെ അവിടെ വരച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ യൂണിറ്റിൻ്റെ ശീർഷകത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. മലയാള ഭാഷയുടെ സ്വത്വവും സാംസ്കാരിക തനിമയും ആവിഷ്കരിക്കുന്ന എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവം, ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയിലെ 1-ാം ദിവസത്തിലെ ഒരു ഭാഗം, മാതൃഭാഷയുടെ പ്രാധാന്യം വിശകലനം ചെയ്യുന്ന പ്രകാശ് രാജിൻ്റെ മാതൃഭാഷ നമ്മുടെ ഉള്ളിലൊഴുകുന്ന ജീവനദി എന്നിവ ഉൾക്കൊള്ളുന്ന യൂണിറ്റിന് ഭാഷ പൂത്തും സംസ്കാരം തളർത്തും എന്ന ശീർഷകം ഏറ്റവും ഉചിതമാണ്. നമുക്കറിയാം ഈ 3 പാഠഭാഗങ്ങളാണ് അവിടെയുള്ളത്. അപ്പോൾ ഈ 3 പാഠഭാഗങ്ങൾക്കും തീർച്ചയായും സംസ്കാരവുമായും ഭാഷയുമായുമുള്ള സംസ്കാരവും ഭാഷയും തമ്മിലുള്ള ബന്ധത്തെയാണ് ഈ 3 പാഠഭാഗങ്ങളും വായനക്കാരിലേക്ക് എത്തിക്കുന്നത്. അല്ലെങ്കിൽ ഇത് വായിക്കുമ്പോൾ ഈ വായനക്കാരിൽ ഒരു സാംസ്കാരിക ഉണർവ് ഉണ്ടാകുന്നു. അത് ഇതിലൂടെയാണ് ലഭിക്കുന്നത്, ഭാഷയിലൂടെയാണ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ മലയാള ഭാഷയിലൂടെയാണ് ലഭിക്കുന്നത്. അപ്പോൾ ചങ്ങമ്പുഴയുടെ യവനിക എന്ന കാവ്യത്തിലെ ഭാഷ പൂത്തും വികാരം തളിർത്തും ഭാവനയ്ക്ക് പുളകം കിളിർത്തും ചോരയിൽ ചേർന്നലിഞ്ഞു പോവും ഗാനധാരകളെ ജയ ജയ നിങ്ങൾ എന്ന വരിയിൽ നിന്നാണ് യൂണിറ്റിൻ്റെ ശീർഷകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഭാഷ പൂത്തും വികാരം തളിർത്തും എന്നതിന് പകരം ഭാഷ പൂത്തും സംസ്കാരം തളിർത്തുമെന്ന് വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നു. ഭാഷ തന്നെയാണ് സംസ്കാരം. ഭാഷയിലൂടെ തളിരിടുന്ന സംസ്കാര തെളിവുകളാണ് പാഠഭാഗമായി ചേർത്തിരിക്കുന്നത്. അപ്പോൾ ചങ്ങമ്പുഴയുടെ യവനിക എന്ന കാവ്യത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വരിയിൽ നിന്ന് ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തിയാണ് ഈ ഒരു യൂണിറ്റിൻ്റെ ശീർഷകം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഭാഷ പൂത്തും വികാരം തളർത്തും എന്നതിന് പകരം ഭാഷ പൂത്തും സംസ്കാരം തളർത്തും എന്ന് മാറ്റിയിട്ടുണ്ട്. തീർച്ചയായും ഭാഷ പൂക്കുമ്പോൾ, അല്ലെങ്കിൽ ഭാഷ വളരുമ്പോൾ, അല്ലെങ്കിൽ ഭാഷ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ തീർച്ചയായും അതിനൊപ്പം തന്നെ സംസ്കാരവും കൂടി എത്തുന്നുണ്ട്. അപ്പോൾ ഒരു സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം, ഒരു ജനതയുടെ സംസ്കാരം ഏതിലൂടെയാണ് തെളിയുന്നത്? ഭാഷയിലൂടെയാണ്. അല്ലെങ്കിൽ ഒരു ജനതയുടെ ഭാഷ, അതിൻ്റെ ഔന്നിത്യം കാണുന്നത് ഇതിലൂടെയാണ്? സംസ്കാരത്തിലൂടെയാണ്. അപ്പോൾ പരസ്പരം ഇവ രണ്ടും എന്താണ്? ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഭാഷ എത്രത്തോളം പ്രാധാന്യമാണ് സംസ്കാരത്തിലെന്നും, അല്ലെങ്കിൽ സംസ്കാരത്തിന് എത്രത്തോളം ഭാഷയ്ക്ക് സ്വാധീനിക്കാൻ സാധിക്കുന്നുവെന്നും കൃത്യമായി ഈ ഒരു യൂണിറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായും ഈ പാഠഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഈ ഒരു യൂണിറ്റിന് ഭാഷ പൂത്തും സംസ്കാരം തളർത്തും എന്ന ഈ ഒരു ശീർഷകം വളരെ ഉചിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ദ്രോണപർവമാണ്. ദ്രോണപർവത്തിൽ ആദ്യം നമുക്ക് പറയാൻ സാധിക്കുന്നത് കഥകളതിമോഹനം എന്ന ഒരു പാഠഭാഗം ദ്രോണപർവത്തിലെ ഭാഗമാണ്. മഹാഭാരതത്തിലെ ദ്രോണപർവത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കഥകളതിമോഹനം എന്ന ഈ ഒരു പാഠഭാഗം. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം പറയാവുന്നത് എഴുത്തച്ഛനെ കുറിച്ചാണ്. തീർച്ചയായും എഴുത്തച്ഛൻ്റെ ജീവചരിത്രം മാത്രമല്ല, എഴുത്തച്ഛൻ്റെ രചനാ രീതി, അതുപോലെ തന്നെ എഴുത്തച്ഛൻ്റെ ഭാഷയുടെ പ്രത്യേകത, എഴുത്തച്ഛൻ്റെ അലങ്കാരങ്ങളുടെ പ്രത്യേകത, എഴുത്തച്ഛൻ്റെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ലളിതമായിട്ടുള്ള എഴുത്ത്, ഇങ്ങനെ എഴുത്തച്ഛൻ്റെ ഭാഷയെയും എഴുത്തച്ഛൻ്റെ രചനാ രീതിയെയൊക്കെ കുറിച്ചും നിങ്ങൾക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായും അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കുക. അപ്പോൾ എഴുത്തച്ഛൻ 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവിയാണ്. ആധുനിക കവിത്രയത്തിൽ ഒരാളാണ്. തമിഴിൻ്റെയും മണിപ്രവാളത്തിൻ്റെയും കൈവഴികളിലൂടെ പ്രവഹിച്ച ഭാഷയെ ഒരൊറ്റ കൈവഴിയാക്കി മാറ്റി. അതായത് അതുവരെ മലയാള ഭാഷ തമിഴിൻ്റെയും മണിപ്രവാളത്തിൻ്റെയും ഇടയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനെ ഒരൊറ്റ ഭാഷയാക്കി മാറ്റിയ വ്യക്തിയാണ്, അല്ലെങ്കിൽ കവിയാണ് ആധുനിക മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്ന എഴുത്തച്ഛൻ. മലയാള ഭാഷയുടെ സ്വത്വം വീണ്ടെടുത്ത കവിയാണ്. അതുവരെ മലയാള ഭാഷയ്ക്ക് തനിയെ ഒരു സ്വത്വം ഇല്ലായിരുന്നു. മലയാള ഭാഷയ്ക്കായിട്ടൊരു സ്വത്വം ഉണ്ടായിരുന്നില്ല. ഈ 2 ഭാഷയുടെ ഇടയ്ക്കൂടെയാണ് മലയാള ഭാഷ സഞ്ചരിച്ചിരുന്നത്. അപ്പോൾ മലയാള ഭാഷയ്ക്ക് സ്വയം ഒരു സ്വത്വം കൊണ്ടുവന്നത് ആരാണ്? എഴുത്തച്ഛനാണ്. രാമായണം, മഹാഭാരതം എന്നീ ഇതിഹാസ കൃതികളുടെ സ്വതന്ത്ര വിവർത്തനം നടത്തി. അതായത് എത്ര വലിയ ഗഗനങ്ങളായിട്ടുള്ള ഗ്രന്ഥങ്ങളാണെങ്കിലും അവയുടെ ആശയം ഒട്ടും ചോർന്നു പോകാതെ മഹാഭാരതം, രാമായണം പോലെയുള്ള ഇതിഹാസ കൃതികളെ സ്വതന്ത്രമായി വിവർത്തനം ചെയ്തത്, ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവാവുന്ന രീതിയിൽ വിവർത്തനം ചെയ്ത വ്യക്തിയാണ് ആര്? എഴുത്തച്ഛൻ. ഭാഷയിൽ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. കിളിപ്പാട്ട് എന്നൊരു പ്രസ്ഥാനം കൊണ്ടുവന്നത് എഴുത്തച്ഛനാണ്. അതുകൊണ്ടാണ് മലയാള ഭാഷയുടെ പിതാവും കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും ആരാണ്? എഴുത്തച്ഛനാണ്.
കിളിയെ കൊണ്ട് മറുപടി പറയിക്കുന്ന രീതി, അല്ലെങ്കിൽ കിളിയോട് ചോദ്യം ചോദിക്കുന്ന രീതിയിലാണ് അദ്ദേഹം തൻ്റെ കൃതികളെല്ലാം രചിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ രചനാരീതിയെ കിളിപ്പാട്ട് പ്രസ്ഥാനം എന്നറിയപ്പെടുന്നതും അദ്ദേഹം അതിൻ്റെ ഉപജ്ഞാതാവ് എന്ന രീതിയിൽ അറിയപ്പെടുന്നതും. കേക, കാകളി, കളകാഞ്ചി, അന്നനട എന്നീ ഭാഷാവൃത്തങ്ങളെയാണ് ആരുപയോഗിച്ചത്? എഴുത്തച്ഛൻ തൻ്റെ കൃതികളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കഥകൾ അതിമോഹനം എന്ന ഈ ഒരു പാഠഭാഗത്തിൻ്റെ പാഠസംഗ്രഹം അല്ലെങ്കിൽ ആശയം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള ആശയം നമ്മുടെ ചാനലിൽ പാഠഭാഗം വായിച്ച് അതിൻ്റെ ആശയം അല്ലെങ്കിൽ ഈ വരികളുടെ അർത്ഥവും ആശയമെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ആസ്വാദനം എന്ന നിലയിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായും കാണുക. അപ്പോൾ ഇത് ചുരുക്കത്തിലാണ്, ഒട്ടും അറിയത്തില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കിയാൽ മതിയാവും, നിങ്ങളുടെ തന്നെ ഭാഷയിൽ എഴുതിയാൽ മതിയാവും. അപ്പോൾ 18 പർവ്വങ്ങളിലായി എഴുതപ്പെട്ട വ്യാസമഹാഭാരതത്തെ സ്വതന്ത്രമായി വിവർത്തനം ചെയ്തതാണ് എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ട്. അപ്പോൾ മഹാഭാരതം എന്ന ഗ്രന്ഥം വ്യാസൻ രചിച്ചതാണ്. വ്യാസൻ അത് 18 പർവ്വങ്ങളിലായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ സ്വതന്ത്രമായിട്ടുള്ള മലയാള വിവർത്തനം ചെയ്ത വ്യക്തിയാണ് എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ മലയാളത്തിലേക്ക് അത് വിവർത്തനം ചെയ്തപ്പോൾ മഹാഭാരതം കിളിപ്പാട്ട് എന്ന രീതിയിലാണ് വിവർത്തനം ചെയ്തത്. 21 പർവ്വങ്ങളിൽ 7ാമത്തെ പർവ്വമാണ് പാഠഭാഗം. 21 പർവ്വങ്ങളിലുള്ളതിൽ 7ാമത്തെ പർവ്വമാണ് ഈ പാഠഭാഗം. 18 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഭീഷ്മരുടെ പതനത്തിന് ശേഷം ദ്രോണാചാര്യരെ സർവ്വസൈന്യാധിപനായി അഭിഷേകം ചെയ്യുന്നതാണ് പാഠഭാഗം. അപ്പോൾ 18 ദിവസം നീണ്ടു നിന്ന ഒരു യുദ്ധമായിരുന്നു. അതിൽ ഭീഷ്മർ തോൽക്കുകയും അപ്പോൾ അതിനുശേഷം അതായത് കൗരവ പടയുടെ സൈന്യാധിപനായിട്ടുള്ള ഭീഷ്മർ തോറ്റുപോകുന്നു. അപ്പോൾ അതിനുശേഷം ദ്രോണാചാര്യരെ സർവ്വസൈന്യാധിപനാക്കുകയാണ്. അപ്പോൾ അവിടെ മുതലുള്ളതാണ് ഈ ഒരു ദ്രോണപർവ്വം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സന്ദർഭം. പഞ്ചവർണ്ണ കിളിപ്പെണ്ണിനോട് ഇരു ചെവികളും കുളിർക്കെ കഥ പറയാൻ ആവശ്യപ്പെടുന്നതോടെയാണ് ദ്രോണപർവ്വം ആരംഭിക്കുന്നത്. നമുക്കറിയാം, കിളികളോട് ചോദിക്കുന്നത് പോലെ അല്ലെങ്കിൽ കിളികൾ മറുപടി പറയുന്ന രീതിയിലാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ രചനാ രീതി. അപ്പോൾ ഇതിലും പഞ്ചവർണ്ണ കിളിയോട് എഴുത്തച്ഛൻ കവി ചോദിക്കുകയാണ് ഇരു ചെവികളും കുളിർക്കെ ആ കഥ പറയാൻ. അതായത് ഈ ദ്രോണപർവ്വം നടന്ന കഥ, മഹാഭാരതത്തിലെ ആ ദ്രോണപർവ്വത്തിലെ കഥ പറയാനാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണ് ഈ ഒരു കവിത ആരംഭിക്കുന്നത്. കർണനോട് സേനാപതിയാകാൻ ദുര്യോധനൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ ഭീഷ്മരുടെ പതനത്തിന് ശേഷം കർണനോടാണ് തൻ്റെ സുഹൃത്തായിട്ടുള്ള സുയോധനൻ, ഈ കൗരവപടയുടെ തലവനായിട്ടുള്ള സുയോധനൻ കർണനോട് ആവശ്യപ്പെടുകയാണ് ഇനി തങ്ങളുടെ സൈന്യം ആര് നയിക്കണമെന്ന്, കർണൻ നയിക്കണമെന്ന്. എന്നാൽ ദ്രോണാചാര്യർ നിൽക്കെ താൻ സേനാപതി ആകുന്നത് ഉചിതമല്ലെന്ന് കർണൻ മറുപടി നൽകുന്നു. തനിക്ക് തൻ്റെ ഗുരുതുല്യനായിട്ടുള്ള ദ്രോണാചാര്യർ നിലനിൽക്കെ ഞാൻ സേനാധിപതി ആകുന്നത് ശരിയല്ലെന്ന് കർണൻ പറയുകയും അത് സുയോധനൻ്റെ അപേക്ഷ സ്നേഹത്തോടെ നിരസിക്കുകയും ചെയ്യുന്നു. തുടർന്ന് സുയോധനൻ സുഹൃത്തായ കർണൻ്റെ അഭിപ്രായത്തെ മാനിച്ച് ദ്രോണരെ സേനാധിപതിയാക്കുന്നു. അതായത് സുയോധനൻ പിന്നെ എന്ത് ചെയ്യുന്നു? കർണൻ പറഞ്ഞതാണല്ലോ, കർണനോട് അത്രത്തോളം ആത്മബന്ധമുണ്ട് സുയോധനന്. അപ്പോൾ സുയോധനൻ എന്ത് ചെയ്യുന്നു? കർണൻ്റെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ദ്രോണാചാര്യരെ പിന്നീട് എന്താക്കി മാറ്റുന്നു? സേനാധിപതിയാക്കി മാറ്റുന്നു. അതാണ് ഈ ഒരു പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആശയം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ആസ്വാദനം വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി മാതൃകാ ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം 1 മാർക്കിൻ്റെ ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം, ദ്രോണ രാമാചാര്യർ താനിരിക്കെ എന്തു മാനിച്ചു മറ്റുള്ളവർ നിർത്തുന്നതു പട. തന്നിരിക്കുന്ന വരികളിൽ ആചാര്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം. ദ്രോണരാമാചാര്യൻ, ആചാര്യൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഗുരു എന്നതാണ്. അപ്പോൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഗുരു, സഹോദരൻ, അച്ഛൻ, ഭർത്താവ് എന്നാണ്. ആചാര്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഗുരു എന്നതാണ്. ദ്രോണര് ഇവരുടെ ആചാര്യനാണ്, ഗുരുവാണ്. രണ്ടാമത്തെ ചോദ്യം, ചൊല്ലുവാനാവതില്ലെങ്കിലും ഒട്ടൊട്ടു ചൊല്ലുന്നതുണ്ടു കണക്കെ ചുരുക്കി ഞാൻ. അതായത് ചൊല്ലുവാൻ ഒട്ടും പറ്റില്ലെങ്കിലും ഞാനത് കണക്കെ ചുരുക്കി പറയാം, വളരെ ചുരുക്കി പറയുമെന്നതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒതുക്കി പറയുക. ഇവിടെ കനക്കെ ചുരുക്കി എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഒതുക്കി പറയുക, പരത്തി പറയുക, ആഴത്തിൽ വിശകലനം ചെയ്യുക, വിട്ടു പറയുക എന്നുള്ളതാണ് ഓപ്ഷൻസ്.
അപ്പോൾ കനക്കെ ചുരുക്കി പറയുക എന്നതിൻ്റെ അർത്ഥം ഒതുക്കി പറയുക എന്നതാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ്, ഒതുക്കി പറയുക എന്നതാണ് ഇതിൻ്റെ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, പിരിച്ചെഴുതിയ പദങ്ങളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം, ചോദ്യങ്ങൾ നോക്കാം. എ കദളിപ്പഴങ്ങൾ, കദളി അധികം പഴങ്ങൾ. തിരുമ്മി ഉടച്ചു, തിരുമ്മി അധികം ഉടച്ചു. തിരുമ്മി അധികം ഉടച്ചു, യുടച്ചു എന്നാണ്, ഉടച്ചു അല്ല, ഊ അല്ല, യുടച്ചു. കർണനോടാശു, കർണനോട് അധികം ആശു. കുറുക്കി കൊഴുത്ത, കുറുക്കി അധികം കൊഴുത്ത. അപ്പോൾ നമുക്കിതിൽ കാണുമ്പോൾ തന്നെ അറിയാം, കദളിപ്പഴങ്ങൾ എന്നതിന് കദളി അധികം പഴങ്ങൾ എന്ന് തന്നെയാണ്. തിരുമ്മി ഉടച്ചു എന്നത് തിരുമ്മി അധികം ഉടച്ചു എന്നാണ്, ഊ ആണ് കൊടുക്കേണ്ടത്, യുടച്ചു യു ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി കർണനോട് ആശു എന്നത് കർണനോട് അധികം ആശു, അത് ശരിയാണ്. കുറുക്കി കൊഴുത്ത, കുറുക്കി അധികം കൊഴുത്ത. അപ്പോൾ ബാക്കിയൊക്കെ ശരിയാണ്. രണ്ടാമത്തെ ബി ആണ് തെറ്റ്. തിരുമ്മി ഉടച്ചു, തിരുമ്മി അധികം യുടച്ചു അല്ല, ഉടച്ചുമാണ്. അപ്പോൾ തെറ്റായത് ഉത്തരം ബി ആണ്. നാലാമത്തെ ചോദ്യം, ദ്രോണരാമാചാര്യൻ താനിരിക്കെ എന്തു മാനിച്ചു മറ്റുള്ളവർ നിർത്തുന്നതു പട. തന്നിരിക്കുന്ന വരികളുടെ ആശയത്തോട് യോജിക്കുന്ന പ്രസ്താവന ഏത്? മറ്റുള്ളവരുടെ കഴിവിനെയും പദവിയെയും പ്രായത്തെയും ആദരിക്കുന്ന വ്യക്തിയാണ് കർണൻ. കർണൻ അഹങ്കാരിയും ആത്മപ്രശംസ നടത്തുന്നവനുമാണ്. കഴിവുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്ന മനോഭാവം ഉള്ളയാളാണ് കർണൻ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിലേതാണ്? നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, ഒന്നാമത്തത് ശരിയാണ് അല്ലേ. മറ്റുള്ളവരുടെ കഴിവിനെയും പദവിയെയും പ്രായത്തെയും ആദരിക്കുന്ന വ്യക്തിയാണ് കർണൻ. അതുകൊണ്ടാണ് തനിക്ക് വളരെ പെട്ടെന്ന് ലഭിക്കാമായിരുന്ന സൈന്യാധിപൻ്റെ ആ ഒരു അംഗീകാരം, സൈന്യാധിപനാകുക എന്ന ആ ഒരു പദവി വേണ്ട എന്ന് വെച്ചിട്ട് ഗുരുവായിട്ടുള്ള ദ്രോണരെ അത് ഏൽപ്പിക്കണമെന്ന് സുയോധനനോട് കർണൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തേത് ശരിയാണ്. രണ്ടാമത്തെ നോക്കുക, കർണൻ അഹങ്കാരിയും ആത്മപ്രശംസ നടത്തുന്നവനുമാണ് എന്നത് തെറ്റാണ്. അങ്ങനെ ഒരു വ്യക്തിയല്ല കർണൻ. മൂന്നാമത്തേത് കഴിവുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്ന മനോഭാവമുള്ളയാളാണ് കർണൻ, അതും ശരിയാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തുള്ളത് 1 മാത്രം യോജിക്കുന്നു, 2ഉം 3ഉം യോജിക്കുന്നു, 1ഉം 2ഉം യോജിക്കുന്നു, 1ഉം 3ഉം യോജിക്കുന്നു. അപ്പോൾ നമുക്ക് ഉത്തരം കൃത്യമായിട്ട് അറിയാം, ഓപ്ഷൻ ഡി ആണ്, 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഇനി പിരിച്ചെഴുതിയ പദങ്ങളിൽ ശരിയായത് ഏതെന്ന് കണ്ടെത്തുക. നേരത്തെ തെറ്റായിട്ടുള്ളതാണ് ഇത്, ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പഞ്ചവർണ്ണ കിളി, പഞ്ചവർണ്ണ അധികം കിളി. വെള്ളിത്തളിക, വെള്ളി അധികം തളിക. സുയോധനാദി, സുയോധനൻ അധികം നാദി. മാനിയായുള്ള, മാനി അധികം യായുള്ള. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ് നോക്കുക. ഓപ്ഷൻസ് എ മാത്രം ശരി, എയും ബിയും ശരി, സി മാത്രം ശരി, ഡി മാത്രം ശരി. അപ്പോൾ ഇതിൽ എ മാത്രം ആണ് ശരിയായിട്ടുള്ളത്. കാരണം പഞ്ചവർണ്ണ കിളി എന്നത് പഞ്ചവർണ്ണ അധികം കിളിയാണ്. വെള്ളിത്തളിക എന്നത് വെള്ളി അധികം തളികയാണ്, ഇത്തളികയല്ല, വെറും തളിക എന്ന് മാത്രമാണ്. സുയോധനാദി എന്നത് സുയോധനൻ അധികം ആദിയാണ്, നാദിയല്ല, അപ്പോൾ അതും തെറ്റാണ്. മാനിയായുള്ള, മാനി അധികം യായുള്ളയല്ല, മാനി അധികം ആയുള്ള എന്നതാണ്. അപ്പോൾ ഇതിൽ ശരി ഏതാണ്? പഞ്ചവർണ്ണ കിളി എന്നത് പഞ്ചവർണ്ണ അധികം കിളി. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇനി 3 മാർക്കിൻ്റെ ചോദ്യമാണ്. എന്ത് കഥയാ വേണ്ടത് സാർ? ആരും ചാകാത്ത കഥ. ഖസാക്കിൻ്റെ ഇതിഹാസം. മാഷും കുഞ്ഞാമിനെയും തമ്മിലുള്ള സംഭാഷണത്തിൽ കഥാലോകത്തിൻ്റെ എന്തെന്ത് സവിശേഷതകളാണ് വെളിവാകുന്നത്? സ്വാഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ ഇതൊരു പ്രവേശകമായിരുന്നു, നമുക്കറിയാം. ആദ്യത്തെ കഥകൾ അതിമോഹനം എന്ന പാഠഭാഗത്തിൻ്റെ പ്രവേശകമായിരുന്നു ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിലെ ഈ ഒരു ഭാഗം. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് വെളിവാകുന്നത് നമുക്ക് നോക്കാം. സാഹിത്യത്തിനും കഥാപാത്രങ്ങൾക്കും മരണമില്ല എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്താണ്? ഒരു സാഹിത്യകൃതി അത് മനുഷ്യൻ ഉള്ളിടത്തോളം കാലം വരെയും ഇത് നിലനിൽക്കും അല്ലേ. ആ കഥാപാത്രങ്ങളും മനുഷ്യരുടെ മനസ്സിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. അത് ഒരിക്കലും മരിക്കുന്നില്ല. അത് വായിക്കും തോറും, ആ പുസ്തകം വായിക്കും തോറും വായനക്കാരുടെ മനസ്സിൽ അവർക്ക് ജീവനോടത്തോളം കാലം വരെയും ആ കഥാപാത്രവും ജീവനോടെ തന്നെ നിലനിൽക്കും. അപ്പോൾ ഒരിക്കലും സാഹിത്യത്തിനോ സാഹിത്യകൃതികൾക്കോ അതിലെ കഥാപാത്രങ്ങൾക്കോ മരണമില്ല. ഇനി വായനക്കാരുടെ മനസ്സിലൂടെ വാക്കുകളിലൂടെ കാലാതീതമായി ഇത് ജീവിക്കുന്നു. അവർ പറഞ്ഞു ഒരു പുസ്തകം വായിച്ച ആൾ തന്നെ പലരോടും പറഞ്ഞു തന്നെ ആ ഒരു കഥയും ആ ഒരു സാഹിത്യ സൃഷ്ടിയും അതിലെ കഥാപാത്രങ്ങളും അതിൻ്റെ ആശയങ്ങളും ഒക്കെ തന്നെ ഇതിങ്ങനെ തന്നെ ചിരഞ്ജീവിയായി നിലനിൽക്കും. സാഹിത്യം നന്മയുടെ വിത്തിടുന്നു, അത് സമൂഹത്തിൽ വിളയുന്നു. തീർച്ചയായും എല്ലാ സാഹിത്യകൃതികളും എന്താണ് ചെയ്യേണ്ടത്? സമൂഹത്തെ പ്രബുദ്ധരാക്കാൻ, അല്ലെങ്കിൽ സമൂഹത്തെ എന്ത് ചെയ്യാനായിട്ട്,
പുതിയതാക്കി തീർക്കാൻ, സമൂഹത്തിൽ മാറ്റം ഉള്ളതാക്കി തീർക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ സാഹിത്യം നന്മയുടെ വിത്തിടുകയാണെങ്കിൽ തീർച്ചയായും അത് സമൂഹത്തിൽ വിളയും. അപ്പോൾ ആരും ചാകാത്ത കഥ എന്ന് പറയുമ്പോൾ സാഹിത്യകൃതികളിലെല്ലാം ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ മരണപ്പെടുന്നുണ്ടാവാം. അപ്പോൾ കുഞ്ഞാമിനിയുടെ മറുപടിയിലൂടെ ആരും ചാകാത്ത കഥ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്, മറ്റുള്ളവന് ഒരാപത്ത് വരരുത് എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ നമുക്ക് ദർശിക്കാവുന്നതാണ്. അത് തീർച്ചയായും സമൂഹത്തിലെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകും. അടുത്ത ചോദ്യം, പഞ്ചവർണ്ണ കിളിക്ക് നൽകുന്ന വിശിഷ്ട ഭോജ്യങ്ങൾ കവി ആഗ്രഹിക്കുന്ന ആഖ്യാന ഭാഷയുടെ സൂചനകളാണോ? വിശദമാക്കുക. അപ്പോൾ ഇവിടെ പഞ്ചവർണ്ണ കിളിക്ക് പലതരത്തിലുള്ള വിശിഷ്ട ഭോജ്യങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ അത് ഈ കവി ആഗ്രഹിക്കുന്ന ഒരു ആഖ്യാന ഭാഷ, തൻ്റെ രചനകൾക്ക് അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷയുടെ ഒരു രീതി, ആ ആഖ്യാന ഭാഷയുടെ സൂചനകളാണോ ഈ വിശിഷ്ടമായിട്ടുള്ള ഭോജ്യങ്ങൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഉത്തരസൂചിക പഞ്ചവർണ്ണ കിളി മലയാള ഭാഷ തന്നെയാണ്. ഇവിടെ എഴുത്തച്ഛൻ്റെ പഞ്ചവർണ്ണ കിളി മലയാള ഭാഷ തന്നെ ആണ്. തൻ്റെ കാവ്യഭാഷ മധുരവും ചാരുതയുള്ളതുമാകണമെന്ന് കവി ആഗ്രഹിക്കുന്നു. താൻ എഴുതുന്ന ഭാഷ, തൻ്റെ ആഖ്യാന ഭാഷ, അത് വളരെ മധുരം നിറഞ്ഞത്, മറ്റുള്ളവർക്ക് മധുരിതമാകണമെന്നും അത് ചാരുതയുള്ളതാകണമെന്നും വളരെ ഉള്ളതാകണമെന്നും കവിക്ക് ആഗ്രഹമുണ്ട്. കുറുക്കി കൊഴുത്ത പാലിൽ പഞ്ചസാരപ്പൊടി വിതറുമ്പോൾ ഉള്ള മാധുര്യവും കദളിപ്പഴങ്ങളും തേനും വീഴ്ത്തി വെല്ലവും ശർക്കരയും കൂടി പൊടിച്ചു ചേർക്കുമ്പോൾ അത് ഇരട്ടിക്കുന്നതും കാവ്യഭാഷയുടെ മാധുര്യത്തിന് സൂചനകൾ തന്നെയാണ്. കിളിയെ കൊണ്ട് പാടിക്കുന്ന കാവ്യശൈലിയാണ് ആർക്കുള്ളത്? എഴുത്തച്ഛന് ഉള്ളത്. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആഖ്യാന ഭാഷയുടെ സൂചകമാണ് ഈ ഒരു വിശിഷ്ടമായിട്ടുള്ള ഭോജ്യങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി 5 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഭാഷ പൂത്തും സംസ്കാരം തളർത്തും എന്ന യൂണിറ്റ് ശീർഷകത്തിൻ്റെ ഔചിത്യം പരിശോധിക്കുക. ഉത്തരസൂചിക ചങ്ങമ്പുഴയുടെ യവനിക എന്ന കാവ്യത്തിലെ ഭാഷ പൂത്തും വികാരം തളർത്തും ഭാവനയ്ക്ക് പുളകം കിളിർത്തും എന്ന വരികളിൽ മാറ്റം വരുത്തി ഭാഷ പൂത്തും സംസ്കാരം തളർത്തും എന്ന പേര് യൂണിറ്റിന് നൽകി. ഭാഷയും സാമൂഹ്യ മാറ്റവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഓരോ നൂറ്റാണ്ടിലെയും കലാസാഹിത്യത്തിലെ രേഖപ്പെടുത്തലുകളാണ് യൂണിറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പാഠങ്ങൾ. 16-ാം നൂറ്റാണ്ടിലെ സാഹിത്യ സാംസ്കാരിക മാറ്റത്തിന് കാരണമായ എഴുത്തച്ഛൻ്റെ സാഹിത്യം 17-18 നൂറ്റാണ്ടുകളിലെ ദൃശ്യസാഹിത്യത്തിന് കൈവന്ന പ്രാധാന്യത്തെ വെളിപ്പെടുത്തുന്ന നളചരിതം ആട്ടക്കഥ, ഭാഷയുടെ മാറ്റത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്ന പ്രകാശ് രാജിൻ്റെ ലേഖനം എന്നീ പാഠഭാഗങ്ങൾ ഭാഷയും സമൂഹവുമായുള്ള ബന്ധത്തെ ഊന്നിപ്പറയുന്നു. അടുത്ത ചോദ്യം, ചൊല്ലുവാനാവതില്ലെങ്കിലും ഒട്ടൊട്ടു ചൊല്ലുന്നതുണ്ടു കണക്കെ ചുരുക്കി ഞാൻ. തന്നിരിക്കുന്ന വരികളിലെ അടിവരയിട്ട പ്രയോഗത്തെ ആസ്പദമാക്കി എഴുത്തച്ഛൻ്റെ കാവ്യഭാഷയുടെ സവിശേഷതകൾ വിശകലനം ചെയ്യുക. കനക്കെ ചുരുക്കി എന്ന വാക്കിവിടെ അടിവരയിട്ടിട്ടുണ്ട്. അപ്പോൾ എഴുത്തച്ഛൻ്റെ കാവ്യഭാഷയെക്കുറിച്ച് ആ രീതിയിൽ കനക്കെ ചുരുക്കി പറയുക എന്നുള്ളത് വളരെ ചുരുക്കി പറയുക എന്നുള്ളതാണ്. അപ്പോൾ എഴുത്തച്ഛൻ്റെ കാവ്യരീതിയുമായി ബന്ധപ്പെടുത്തി ആ ഒരു പ്രയോഗത്തെ വിശകലനം ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് കനക്കെ ചുരുക്കി എന്ന വാക്ക് ഇവിടെ നമുക്ക് എഴുത്തച്ഛൻ്റെ കാവ്യഭാഷയുമായി വിശകലനം ചെയ്യാവുന്നത്? സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഭാഷാശൈലിയാണ് അദ്ദേഹത്തിൻ്റെത്. ഗഹനമായ ആശയങ്ങൾ ലളിതമായി ജീവിതഗന്ധിയായ ഉദാഹരണങ്ങളിലൂടെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, മഹാഭാരതം, രാമായണം പോലെയുള്ള ഇതിഹാസ ഗ്രന്ഥങ്ങളെ എടുത്താണ് അദ്ദേഹം സാധാരണ മലയാളികൾക്ക്, അത് സംസ്കൃതത്തിൽ രചിച്ചിട്ടുള്ള അത്രയും പ്രയാസകരമായിട്ടുള്ള, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത, പ്രാപ്യമായിട്ടുള്ള ഓരോ ഗ്രന്ഥങ്ങളെ എടുത്തിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുക, മലയാളത്തിലേക്ക് വളരെ ലളിതമായി അദ്ദേഹം വലിയ ആശയങ്ങളെ പോലും വളരെ ലളിതമായാണ് അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം വളരെ ജീവിതഗന്ധിയായിട്ടുള്ള ഉദാഹരണങ്ങളിലൂടെയാണ് ഈ ഒരു ഗ്രന്ഥങ്ങളെയൊക്കെ തന്നെ അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുള്ളത്. മൂലകൃതിയിലെ വിശദ വർണ്ണനകളെ സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്നു. അതായത് മൂലകൃതി ഏതുമായിക്കൊള്ളട്ടെ, ഏത് വലിയ ഗഹനങ്ങളായിട്ടുള്ള ഗ്രന്ഥങ്ങളാണെങ്കിലും അതിലെ മൂലകൃതിയിലെ ഒരു ആശയവും ചോർന്നു പോകാതെ അത് എന്നാൽ വളരെ സംക്ഷിപ്തമായി, വളരെ ചുരുക്കിയാണ് അദ്ദേഹം അവതരിപ്പിക്കുക. സംസ്കൃത പദങ്ങൾ മലയാള ശൈലിക്ക് അനുയോജ്യമായി പ്രയോഗിച്ചു. മറ്റുള്ളവരൊക്കെ കാലത്ത് സംസ്കൃത പദങ്ങൾ കൊണ്ട് അമ്മാനമാടുമ്പോൾ എഴുത്തച്ഛൻ എന്താണ് ചെയ്തത്? സംസ്കൃത പദങ്ങൾ ഉപയോഗിച്ചാൽ തന്നെയും അത് സാധാരണക്കാർക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ അസ്ഥാനത്ത് പ്രയോഗിക്കാതെ സാധാരണക്കാർക്ക് ആശയം മനസ്സിലാവുന്ന രീതിയിലാണ് അത് പ്രയോഗിച്ചിട്ടുള്ളത്.
സ്വതന്ത്ര വിവർത്തനം നടത്തി. അതായത് ഏതൊരാൾക്കും മനസ്സിലാവാവുന്ന രീതിയിലാണ് അദ്ദേഹം തൻ്റെ വിവർത്തനങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. ഭാഷാവൃത്തങ്ങളെയാണ്, അതായത് കളകാഞ്ചി, അന്നനട പോലെയുള്ള ഭാഷാവൃത്തങ്ങളെയാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, മന്നവ കേൾക്ക ഭരദ്വാജനന്ദനൻ നിന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ. പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ട് മന്നവ സങ്കടമുണ്ടാകയില്ലേതും. തന്നിരിക്കുന്ന വരികളിലെ ആശയവും സന്ദർഭവും വിശകലനം ചെയ്യുക. വർത്തമാനകാല സാമൂഹ്യ അവസ്ഥയുമായി ചേർത്ത് വായിച്ച് സ്വാഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ ഇത് നമുക്കറിയാം, ഭീഷ്മരുടെ പതനത്തിന് ശേഷം ഭീഷ്മരുടെ പതനത്തിന് ശേഷം ദുര്യോധനൻ കർണനോട് സേനാധിപതിയാകാൻ ആവശ്യപ്പെടുമ്പോൾ കർണൻ സ്നേഹപൂർവ്വം നിരസിക്കുകയും പകരം ദ്രോണരുടെ പേര് നിർദ്ദേശിക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു സന്ദർഭം അല്ലേ. സുയോധനൻ ഈ ഭീഷ്മർ വീണുപോയി എന്ന് മനസ്സിലാക്കുമ്പോൾ സുയോധനൻ എന്ത് ചെയ്യുന്നു? തൻ്റെ സൈന്യത്തെ ഇനി നയിക്കാൻ ഒരാൾ ആവശ്യമാണ്, അപ്പോൾ അതിന് ഏറ്റവും ശ്രേഷ്ഠൻ കർണനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർണനോട് വന്ന് പറയുമ്പോൾ കർണൻ ആ ഒരു ആവശ്യത്തെ അദ്ദേഹം സ്നേഹപൂർവ്വം നിരസിക്കുന്നു. സുയോധനൻ തൻ്റെ സുഹൃത്താണ്, തനിക്ക് അതിൻ്റെ കഴിവുണ്ട് എന്നറിയാമെങ്കിലും തന്നെക്കാൾ കഴിവുള്ള ഒരാളാണ് ദ്രോണർ എന്ന് മനസ്സിലാക്കി ഗുരുവായ ദ്രോണറിനെ ആ ദൗത്യം ഏൽപ്പിക്കാൻ സുയോധനനോട് കർണൻ ആവശ്യപ്പെടുന്നു. അതാണ് ഈ സന്ദർഭം. അപ്പോൾ ഇതിൽ നിന്ന് ഇന്നത്തെ സാമൂഹ്യ അവസ്ഥയുമായി നമുക്ക് എങ്ങനെ ചേർത്ത് എഴുതാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഉത്തര സൂചിക ഇങ്ങനെയാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? വിശകലനം ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഉത്തരം എഴുതാൻ ശ്രമിക്കുക. ഇത് കർണൻ എന്താണ് ചെയ്യുന്നത്? അപരൻ്റെ കഴിവിനെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അവസരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കാതെ സ്വന്തം കഴിവിൽ പുളകിതനാകുകയും അതിൽ മാത്രം ആത്മപ്രശംസ നടത്തുകയും അഹങ്കരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല കർണൻ. പകരം മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കുകയും മറ്റുള്ളവർക്ക് സ്ഥാനമാനങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുകയും തനിക്ക് കഴിവുണ്ടെങ്കിൽ പോലും തന്നെക്കാൾ ശ്രേഷ്ഠനായ ഒരാളുണ്ടെങ്കിൽ അയാൾക്കത് അർഹതപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയെന്ന് അത് നൽകുകയും ചെയ്യുകയും തൻ്റെ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രത്തോളം വേണം കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കർണൻ. എന്നാൽ വർത്തമാനകാലത്തോ സ്വന്തം കഴിവുകൾക്കപ്പുറം അധികാരത്തിന് വേണ്ടിയിട്ട് മത്സരിക്കുന്ന ഒരു സമൂഹമാണ്. തനിക്ക് കഴിവില്ലെങ്കിൽ കൂടിയും ഏതൊരു ചെറിയ സ്ഥാനവും നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ് വർത്തമാനകാലത്തുള്ളത്. മറ്റുള്ളവരുടെ അവസരങ്ങളും കൂടി തട്ടിയെടുക്കാനാണ് ഇന്നത്തെ ജനങ്ങളിൽ ഭൂരിപക്ഷവും ആഗ്രഹിക്കുക. അപ്പോൾ ആ രീതിയിൽ എഴുതുക. ഇനി 7 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇനി ഞാൻ എവിടേക്ക് പിന്മാറാനാണ്? യുദ്ധം തീർച്ചയായി കഴിഞ്ഞു. എൻ്റെ ബലത്തിൽ വിശ്വസിച്ചാണ് സകലരെയും ധിക്കരിച്ച് നിന്നെ ധിക്കരിച്ച് സുയോധനൻ യുദ്ധം മാർഗത്തിൽ തന്നെ ഉറച്ചു നിന്നത്. കർണനെ പാണ്ഡവ രാജാവാക്കാമെന്ന കൃഷ്ണൻ്റെ വാഗ്ദാനത്തോടുള്ള കർണൻ്റെ പ്രതികരണം. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകയിലാരോടും ദ്രോണരാമാചാര്യൻ താനിരിക്കെ എന്തു മാനിച്ചു മറ്റുള്ളോർ നിർത്തുന്നതു പട ദ്രോണപർവം. 2 സാഹിത്യ സന്ദർഭങ്ങളിലെയും കർണൻ്റെ വാക്കുകൾ താരതമ്യം ചെയ്ത് കർണൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കർണൻ്റെ കഥാപാത്ര നിരൂപണം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കർണൻ്റെ കഥാപാത്ര നിരൂപണം നടത്തുക എന്ന് നോക്കാം. കുന്തിയുടെ കാനീന പുത്രനാണ്. കുന്തിയുടെ ആദ്യത്തെ പുത്രനാണ് ആര്? കർണൻ. സൗഹൃദത്തിന് രക്തബന്ധത്തെക്കാൾ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ വ്യക്തിയാണ് കർണൻ. അതായത് തൻ്റെ പാണ്ഡവന്മാർ തൻ്റെ സഹോദരങ്ങളാണെങ്കിൽ കൂടിയും കൗരവപക്ഷത്ത് നിൽക്കുന്ന പാണ്ഡവരുടെ ശത്രുക്കളായിട്ടുള്ള കൗരവർ ശത്രുപക്ഷത്താണെങ്കിലും ആ കൗരവരിൽ ഒരാൾ സുയോധനൻ ആരുടെ സുഹൃത്താണ്? കർണൻ്റെ സുഹൃത്താണ്. അപ്പോൾ എപ്പോഴും തൻ്റെ സഹോദരങ്ങളാണെന്ന് അറിഞ്ഞിട്ട് കൂടിയും പാണ്ഡവരുടെ കൂടെ നിൽക്കാതെ തൻ്റെ സുഹൃത്തായിട്ടുള്ള തനിക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം നൽകിയ തൻ്റെ സുഹൃത്തായിട്ടുള്ള സുയോധനൻ്റെ കൂട്ടത്തിലാണ് എപ്പോഴും കർണൻ നിന്നിട്ടുള്ളത്. സുയോധനൻ പോലും സംശയിച്ച് നിൽക്കുന്ന സന്ദർഭങ്ങളിൽ പോലും കർണൻ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? സുയോധനൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു രക്തബന്ധത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം സൗഹൃദത്തിന് നൽകിയ ഒരു വ്യക്തിയാണ് കർണൻ. അപ്പോൾ അതിൽ തനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്ത ആളോടൊരു നന്ദി പ്രകടനവും കൂടി നമുക്ക് അതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി അധികാരം ഒരിക്കലും കർണനെ ഭ്രമിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ അധികാരം ഭ്രമിപ്പിക്കാത്തത് കൊണ്ട് തന്നെയാണ് തനിക്ക് കിട്ടിയ ഒരു സൈന്യാധിപൻ്റെ ഒരു അംഗീകാരം പോലും വേണ്ടാന്ന് വെച്ച് അത് ദ്രോണരെ ഏൽപ്പിക്കാൻ പറയുന്നത്. മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കാൻ സാധിക്കുന്നു. ഇതുപോലെ തന്നെ സുയോധനൻ്റെ ആയിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ പാണ്ഡവപക്ഷത്തുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കുന്നുണ്ട്, കൗരവപക്ഷത്തുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കുന്നുണ്ട്, തൻ്റെ ഗുരുവായിട്ടുള്ള ദ്രോണരുടെ കഴിവിനെ അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും കഴിവുകളെ മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കുന്ന ഒരു വലിയ വിശാലമായിട്ടുള്ള മനസ്സിനുടമയാണ് കർണൻ.
അവസരത്തിനായി കാത്തിരിക്കാൻ കഴിയുന്നു. തനിക്ക് വേണ്ടിയിട്ടുള്ള തനിക്കൊരു അവസരം വരും അപ്പോൾ മതി എന്ന് കരുതുന്ന വളരെ ഒരു സാധാരണ മനുഷ്യനായി നമുക്ക് കർണനെ കാണാൻ സാധിക്കും. ജീവൻ ത്യജിച്ച് മറ്റുള്ളവർക്കായി നിലകൊള്ളുന്നു. തന്നെ വിശ്വസിച്ചവർക്ക് വേണ്ടിയിട്ട് തന്നെ ജീവൻ ത്യജിക്കാനും കർണൻ തയ്യാറാണ്. സഹായിച്ചവരോടുള്ള കൃതജ്ഞതാ മനോഭാവം കർണനുണ്ട്. തീർച്ചയായും സുയോധനൻ ചെറിയ ഒരു സഹായം ചെയ്താൽ പോലും അത് എല്ലാവരോടും പറയുകയും എപ്പോഴും ഓർമ്മിപ്പിക്കുകയും അതിൻ്റെ പ്രതിഫലം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു കൃതജ്ഞതാ മനോഭാവം നന്ദിയുള്ളവനാണ് ആര്? കർണൻ എന്ന് പറയാൻ നമുക്ക് സാധിക്കും. തൻ്റെ കഴിവിലും വീരത്വത്തിലുമുള്ള ആത്മവിശ്വാസം, തൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിലും തൻ്റെ കഴിവിൽ എപ്പോഴും ഒരു ആത്മവിശ്വാസം കണ്ടെത്തുന്ന, അത് അഹങ്കാരമല്ല, ആത്മവിശ്വാസം കണ്ടെത്തുന്ന ആളാണ് കർണൻ. തനിക്ക് ഇത്രത്തോളം കഴിവുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആളാണ് കർണൻ. ദാനധർമ്മിഷ്ഠത, കവചകുണ്ടലങ്ങൾ സഹിതം തനിക്ക് വേണ്ടപ്പെട്ടതെല്ലാം ദാനം ചെയ്യാൻ തയ്യാറാണ് ആര്? കർണൻ. ആദർശനിഷ്ഠ, അതായത് തനിക്ക് വേണ്ടി ഒന്നിനും തൻ്റെ ആദർശങ്ങളെ അദ്ദേഹം മാറ്റി നിർത്തിയിട്ടില്ല. തനിക്കൊരു ആദർശമുണ്ട്, അതിൽ തന്നെ സത്യസന്ധത, ദാനധർമ്മം ഇതിലൊക്കെ നിന്നുകൊണ്ട് തൻ്റെ ആദർശങ്ങളെ ഒരിക്കലും മാറ്റി നിർത്താത്ത വ്യക്തിയാണ് ആര്? കർണൻ. തീരുമാനങ്ങളിൽ നിന്നും വ്യതിചലിക്കാത്ത നിശ്ചയദാർഢ്യം, ഒരിക്കലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതൊന്നിനു വേണ്ടിയിട്ടും മാറ്റാത്തൊരു വ്യക്തിയായിരുന്നു കർണൻ. അപ്പോൾ ഇത്രയും കൂട്ടിയാണ് കർണൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കേണ്ടത്. തീർച്ചയായും കർണൻ്റെ കഥാപാത്ര നിരൂപണം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും.